ഒരു ദിവസം ഒരു നേരമെങ്കിലും ചോറ് കഴിക്കാതെ നിൽക്കാൻ ആർക്കും പറ്റുമോ? നമ്മളെ മലയാളികൾക്ക് തീരെ പറ്റില്ല അല്ലെ. എനിക്ക് ഒരു നേരമെങ്കിലും ചോറ് കഴിക്കണം. ഞാൻ സ്ഥിരമായിട്ട് ഒരു നേരമാണ് കഴിക്കാറ്. പക്ഷെ കഴിഞ്ഞ 35 വർഷമായിട്ട് ചോറ് എന്ന സാധനം കഴിക്കാതെ ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കുമ്പത്തിലാണ്. കുമ്പം റോഡ് സൈഡിലാണ്. അപ്പൊ ആളെ പറ്റി പറയാനാണെങ്കിൽ മുതിർന്ന പാർട്ടി പ്രവർത്തകനാണ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ആദ്യം വീടിപ്പണി എടുത്ത് അങ്ങനെ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാലം പാർട്ടി പ്രവർത്തനമായിട്ട് നിന്ന് അങ്ങനെ ഒരു വ്യക്തിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പേര് നാരായണേട്ടൻ തന്നെയല്ലേ അല്ലേ? നാരായണേട്ടൻ നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പൊ? നമുക്ക് ചാകുന്നില്ല, അതുകൊണ്ട് ചാകാനായിട്ടില്ലല്ലോ. അപ്പൊ ഇപ്പം എല്ലാ ഭക്ഷണവും തിന്നു, അരി ഒഴികെ ചോറൊഴികെ ബാക്കി എല്ലാ ഭക്ഷണം കഴിക്കുവോ? ഇല്ല, ഇപ്പൊ അങ്ങനെ കഴിക്കൂല. പിന്നെ അതിനെന്താണ് ചായക്കെല്ലാം എന്താ കടി കഴിക്കുന്നത്? ചായക്ക് ഒരു കഷ്ണം റൊട്ടി. ഭക്ഷണം എല്ലാം കഴിക്കില്ലേ നിങ്ങള്? ഇപ്പം അങ്ങനെ കഴിക്കില്ല, കുറേ ആയിട്ട് കഴിക്കുന്നില്ല അല്ലേ? ചോറ് ഒഴികെ ബാക്കി എന്തെങ്കിലും കിട്ടിയാലും ചെറിയ ചെറിയ കഴിക്കും അല്ലെ? ദേവേച്ചി ഇദ്ദേഹത്തിന്റെ ഭാര്യയാണിത്. ദേവേച്ചി നമസ്കാരമുണ്ട്. എന്താണ് മോനെ, എനിക്കൊരു ഭർത്താവിനെ കിട്ടിയ കുറച്ചു കാലം സുഖം കിട്ടി. എപ്പോഴും ആസ്പത്രി മംഗലാവൂരോ ഇവിടെ പരിയാരോ AKG ഒരേ ഇത് എന്നാ പറയണ്ടേ, എപ്പോ അതന്നെ. അത് അസുഖം എല്ലാം അങ്ങനെ വന്നും പോകും നിൽക്കും. എന്ന് ചോദിക്കാനുള്ളത്, ഇദ്ദേഹം 35 വർഷമായിട്ട് അരിഭക്ഷണം കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. അരിഭക്ഷണം എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കില്ല അല്ലെ? ഇത് ആര് പറഞ്ഞിട്ടാണ് കഴിക്കാതിരുന്നേ? മംഗലാപുരത്തുനിന്ന് ഏതോ ഒരു പിത്താശിക്കല്ലിന് ഒരു ഡോക്ടർ പറഞ്ഞു ഇവര് പറയുന്നു. ഡോക്ടറൊന്നും അങ്ങനെ ഒന്നും പറയൂല, ആരോ പറഞ്ഞു എന്നെ പോലത്തെ ഒരാള്. അതില് അതവിടെ സങ്കല്പിച്ച് എന്നിട്ട് പിന്നെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്തവരെ പരിഹാരത്തൊന്നും കഴിക്കാൻ നിർബന്ധിച്ച് കഴിച്ചിട്ടില്ല. ആര് നിർബന്ധിച്ചാലും കഴിക്കില്ല. അതായത് തുടക്കം ഇതാണല്ലേ? ആരോ പറഞ്ഞു നിങ്ങൾക്ക് സ്റ്റോണിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആരോ പറഞ്ഞു നിങ്ങൾക്ക് ഇനി അരിഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ആ ഒരു വാക്ക് ഇപ്പോഴും അതന്നെ മുറുകെ പിടിക്കുന്നില്ലേ? വേറെ ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. അത് ഭയങ്കര മൂർത്തിയില്ല. ബാക്കി എല്ലാ ഭക്ഷണം കഴിക്കൂലേ? പഴംപൊരി ഇങ്ങനെയുള്ള എണ്ണ പലഹാരം എല്ലാം കഴിക്കും അല്ലെ? ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല. കഴിക്കണ്ടേ ഒരു ദിവസം 10 ഉറുപ്പ്യക്ക് 20 ഉറുപ്പ്യക്ക് കൊണ്ട് കൊടുത്തില്ല. കൊറേ ഇപ്പം കുട്ടിപ്പൊടിച്ചു ചാടി കൊറേ രാവിലെ തൊട്ട് രാത്രി പോലും തിന്നു. ഈത്തപ്പഴോ മധുരം ഭയങ്കര ഇഷ്ടം അല്ലെ? മധുരം എത്ര കൊണ്ട് കൊടുക്കും, പക്ഷെ വെല്ലം വയറ്റി പിടിക്കുന്നില്ല. അതുകൊണ്ടാ കേൾക്കണ്ടേ? ഒരേ വയറ്റുന്നു. വെള്ളം കഴിച്ചത് വയറ്റുന്നു പോകും. എനിക്ക് ഒരു കുറച്ചു കാലം ഞാൻ ഇപ്പം കുറച്ചു ദിവസം അപ്പുറം ഇതെന്നിനും പണി. കൽക്കണ്ടി ആകുമ്പോ നല്ലോണം കഴിക്കും. വലിയ പാർട്ടി പ്രവർത്തകനല്ലേ അല്ലെ? ഭയങ്കരല്ലേ. ഇപ്പം അതുപോലെ ഡൽഹിക്ക് വരെ പോയി. ഉള്ള താജ്മഹാള്, ഡൽഹി, ലോക എടിയുണ്ട് പാർട്ടി. അത് തേച്ച് പോയി പയറ്റി വന്ന മനുഷ്യനെ. പാർട്ടിയിൽ നിങ്ങൾക്ക് പിന്നെ നിക്കാൻ പറ്റില്ല കുറച്ച് സമയം അല്ലേ? എന്നാലും നിങ്ങള് പോയിട്ട് ആടിയിരിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. പിന്നെ ഞാൻ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു നമ്മളെ ഈ കുമ്പത്തില്? 32 പോയി. ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ്? അല്ല, ഇത് ഓപ്പറേഷൻ അല്ല, മാറുന്ന അസുഖമാണ്. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന്. നിങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ പല അസുഖങ്ങളല്ലേ? അതിപ്പോ എല്ലാവർക്കും ഉണ്ടാകുന്നില്ല. പക്ഷേ ഞാൻ കാണുമ്പോ ഇദ്ദേഹം നല്ല പഠിച്ചിട്ട് നല്ല സ്റ്റൈല്. ശരിക്കും ഈ തുർക്കിഷ്, നമ്മൾ ഈ ഗൾഫിൽ പോയാൽ അവർക്ക് അറിയാം തുർക്കിക്കാർ എങ്ങനെയുണ്ടാവും. നല്ല വെളുത്ത് തുടുത്തിട്ട് ചുവന്ന കളറാണ്, 2 കവള്, അങ്ങനെ നല്ല തടിയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ചോറ് കഴിക്കാത്തോണ്ടാണ് ഇങ്ങനെ മെലിഞ്ഞു പോയി അല്ലേ? ഗുളിക എത്രയാ കുടിക്കുന്ന? ഒരുപാട് മറ്റു ഓപ്പറേഷനും കാര്യങ്ങളും വേറെയും ഒരുപാട് നടന്നിട്ടില്ലേ? അതുകൊണ്ടാണ് ഗുളികയെല്ലാം ഇങ്ങനെ കഴിക്കുന്നത്. ഇപ്പൊ ഉച്ചക്കൊന്ന്, രാവിലെ 3 എണ്ണം, എത്ര പോണോ, രാത്രി 1. ഇപ്പം ചോറ് തീരെ, മീനും ചോറും നമ്മൾ ആക്ക് വെറുതെ കൊത്തി വെച്ചാലും തൊടൂല, മത്സ്യം കഴിക്കും. മീനെല്ലാം കഴിക്കും, ബാക്കി ചോറ് ഒഴികെ ബാക്കിയെല്ലാം കഴിക്കും അല്ലേ? അങ്ങനെയാണ്. കുറച്ച് തിന്നാൻ പറ്റൂ, പക്ഷെ തിന്നൂല. അല്ല അങ്ങനല്ല, അവർക്ക് അങ്ങനെ തിന്നാൻ ദഹിക്കാത്ത പോലെ. മറ്റുള്ള ആഹാരം കഴിച്ചാൽ കുറച്ച് അധികമായിട്ട് അങ്ങനെ
കുറച്ച് തിന്നാൻ പറ്റും. ആ ആ. തിന്നു അത് അത്യാവശ്യം ആവശ്യത്തിന്. ഈ ബ്രെഡും പിന്നെ അതെല്ലാം തിന്നൂലേ? ഇല്ല അതിലൊന്നും അതിലൊന്നും തിന്നൂല. ബ്രെഡ്, പഴംപൊരി, ഉണ്ടക്കായി, മുട്ട കൊടുത്താൽ തിന്നു. ഇത് വയറ്റി പിടിച്ചില്ല ഇപ്പം കുറച്ച്. ഈ പഴമെല്ലാം കഴിക്കാറുണ്ട്? എല്ലാ പഴം നേന്ത്രപ്പഴം കഴിക്കും. ആ ഉച്ചക്കൊന്നും. ആ അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ അല്ലേ? അത് ഇവർ പറഞ്ഞതുപോലെ കുറച്ച് ഭക്ഷണം കഴിക്കും. ആ അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരു വ്യക്തിയെ കാണാൻ തന്നെ അപൂർവമാണ്. കാരണം 35 വർഷം ചോറ് നമുക്കൊക്കെ കഴിയില്ല. അതെ, ഒരു നേരം ഉച്ചക്ക്, ഞാൻ പൊതുവെ ഉച്ചക്ക് ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ. പക്ഷെ ആ ഉച്ചക്ക് കഴിക്കാതിരുന്നാൽ തന്നെ എനിക്ക് ഈ പറഞ്ഞ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ആയിരിക്കും. അപ്പൊ ഇദ്ദേഹത്തെ പോലെ പാർട്ടി തന്നെ കമ്മിറ്റി കൂടി എന്നെല്ലാം പറയും. ഇവനെ വിളിച്ചിട്ടല്ലേ, രാഘവനെല്ലാം വിളിച്ചിട്ട് അതെ ഇവിടെ വെക്കുവാ കമ്മിറ്റി. പിന്നെ ഇതിനിടയ്ക്ക് ആദരവെല്ലാം പൊന്നാടിയെല്ലാം ഇട്ടിട്ടുണ്ടായില്ല അല്ലേ? അതാണ് പറഞ്ഞത്, 35 വർഷമായിട്ട് ചോറ് കഴിക്കാത്ത ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ വേറെ കൂടുതലൊന്നും ഇദ്ദേഹത്തെ പറ്റി പറയാനുമില്ല. നേരത്തെ നല്ല സ്റ്റൈലും തടിയിലും ഉണ്ടായിരുന്നത്. പിന്നെയാണ് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാല് വീടൊന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിലേക്കണ്ട യോഗമില്ല. അതെനിക്ക് ഇനി ഉണ്ടാവട്ടെ. പിന്നെ പല്ല് പോയതെന്ന് പറഞ്ഞാൽ ഇത് മംഗലാപുരം ഒറ്റക്ക് പോയിട്ട് പല്ല് വെച്ച് അല്ലേ? പല്ല് പിന്നെ എന്തെങ്കിലും കഴിച്ച കണ്ണൂര് വന്ന് മസാല ദോശ തിന്നാൻ വേണ്ടി പല്ല് കഴിച്ച് കയ്യിൽ പിടിച്ചു പോലും ആരുമില്ല. ഒപ്പര പോയതാ. പിന്നെ വെക്കാൻ പറ്റിയില്ല. അത് സ്ഥിരം വെച്ചിട്ടേ ഇല്ല. അതായത് മംഗലാപുരത്ത് പോയിട്ട് ഒറ്റക്ക് പോയി. എന്നിട്ട് എപ്പോ അവിടെ പോയിക്കോളും. പൊലച്ചക്കൈ എണീറ്റ് ഒറ്റക്ക് പോകും മംഗലാപുരം. ഇപ്പം കൈയായിട്ട് ഇരിക്കുന്ന ഞാൻ കൊറേ ഉറക്കുകൂളിക ആരോടോ സേവിച്ചിട്ട് കൊറേ ഉറക്കുകൂളി കഴിച്ചു. അപ്പൊ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയണ്ടേ? അറിഞ്ഞാലും നോക്കൂല. ഇപ്പൊ കയ്യില് പൈസ ഉണ്ടെങ്കിൽ പോയി കളയും. മരുന്ന് ഷാപ്പിൽ പോയിട്ട് അവരോട് പറയൂ എനിക്ക് താവുന്നു. ഉറക്കം കുറവാ? എന്ത് രാവിലെ തൊട്ട് പോയിട്ട് അവൾ ഉറങ്ങുന്നില്ലേ? അതുകൊണ്ടല്ലേ രാത്രി ഉറക്കം. നല്ലൊരു സൂക്കേടാണ്. ഒരു ടെൻഷനാണ്. പിന്നെ മംഗലാപുരത്ത് ഒറ്റക്ക് പോയിട്ട് പല്ലെല്ലാം എടുത്ത് വെപ്പ് പല്ലും വെച്ചിട്ട് വന്ന് കണ്ണൂര് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിക്കണം എന്ന് വിചാരിച്ച്, വിശന്നിട്ട് ചായ കുടിക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ മസാല ദോശ വാങ്ങിയിട്ട് ആ വെച്ച പല്ലെടുത്തിട്ട് മാറ്റിയിട്ട്, അന്ന് തന്നെയാണ് കേട്ടോ, ഇന്ന് വെച്ചാണെങ്കിൽ ഇന്ന് തന്നെയാണ്, ആ പല്ലെടുത്ത് മാറ്റിയിട്ട് ഈ മസാല ദോശ കഴിച്ച് അല്ലേ? പിന്നെ ആ വെപ്പ് പല്ല് വെച്ചിട്ടില്ല. അന്ന് നല്ല പൈസ കൊടുത്തിട്ടാണ് ആ പല്ല് വെച്ചത്. ആടെ പൈസ ഇല്ല അല്ലേ? അപ്പൊ നാരായണട്ടാ, ഇനി ചോറ് തന്നാ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കണോ? ഇനി കുടിക്കാൻ പറ്റുമോ? ഇഷ്ടമില്ല അല്ലെ? കുറെ കൊല്ലം കഴിക്കാണ്ട് ഇപ്പൊ ഇഷ്ടപ്പെടൂല എന്തായാലും. അപ്പൊ മറ്റുള്ള ഭക്ഷണം എല്ലാം കഴിച്ച് കുറച്ചും കൂടി ആരോഗ്യം, പഴയ ആരോഗ്യം വേണ്ട സ്റ്റൈലോട് കൂടിയിട്ട് വരണോ? രണ്ടാണ്. ഇതില് നിങ്ങളെ മക്കളെ ഇപ്പം കാണും ഇത്. അപ്പൊ അവർക്കെല്ലാം ഒരു ടാറ്റ കൊടുത്തേ. ടാറ്റ കൊടുക്കുന്നുണ്ട്. നമുക്കെന്നാലും അടുത്ത ദിവസം കാണാം അല്ലേ? ദേവിയേച്ചിക്ക് നാരായണനും കൂടി 2 മക്കളല്ലേ? ഒരാളെ പേരെന്താ? സുനിൽ കുമാർ. മോളെ സോന. മോളെ എവിടെയാ കൊണ്ടുപോയത്? പെരുമാച്ചേരി. മോനപ്പുറം തന്നെ വീടെടുത്തിട്ട് അല്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ കാര്യം മനസ്സിലായില്ലേ? എല്ലാവർക്കും ആ അത്ഭുതം തന്നെയാണ്. കേട്ടവർക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പാണ് ഓരോരാള് വന്ന് പറയും നമ്മൾ ഇത്ര വലിയ ഇത് അറിഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെ ഒരു ചോറ് കഴിക്കാത്തൊരു അവസ്ഥ അറിയുമ്പോ എല്ലാവർക്കും അത്ഭുതമാണ്. ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ അല്ലേ? നല്ലത് വരട്ടെ. നമ്മള് കഷ്ടപ്പെട്ടാലും മറ്റുള്ളവർ ആർക്കും ഇങ്ങനത്തെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇതിന്ന് ഇവരെ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് ഇങ്ങനെ അസുഖമെല്ലാം വന്ന് മംഗലാപുരം അവിടെ എല്ലാം പോയിട്ട് ഓപ്പറേഷനും അങ്ങനെയൊക്കെ നടക്കുന്നതാണ്. അതാണ് കല്യാണത്തിനൊന്നും കൈപിടിച്ചു കൊടുക്കാൻ കഴിയായിട്ട് എന്റെ ആങ്ങളെയാ കൊടുത്തു. അതെയാ? ഓ അങ്ങനെ കാണാനൊന്നുമില്ല, കാണുമ്പോ ഒന്നുമില്ല അല്ലെ? ആങ്ങളെ കൈപിടിച്ചു കൊടുത്തു. അപ്പൊ എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. ടാറ്റ.